Hey guys, welcome to my channel. ഞാൻ Samran, a BTech Chemical Engineering third year student at Government Engineering College, Thrissur. So this video consists of the random things that happens in a life of a GC student. അപ്പോൾ ഇന്ന് ഒരു ലാബ് ഡേ ആണ്. ലാബ് ഡേക്ക് എല്ലാവർക്കും മിക്കവാറും ഭയങ്കര തിരക്കായിരിക്കേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് റെക്കോർഡ് സബ്മിഷൻ ഉണ്ടാവും. ഞാനാണെങ്കിൽ കഴിഞ്ഞ ലാബിൽ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് മുന്നേയുള്ള 2 ലാബിൻ്റെ റെക്കോർഡും എനിക്ക് ഇന്നായിരുന്നു സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. കുറേ ദിവസമായി ഗൈസ് ഞാനത് എഴുതാൻ തുടങ്ങിയിട്ട് എനിക്കിത് എഴുതിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. എഞ്ചിനീയറിംഗ് ലാബിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് വളരെ കുറച്ച് ടൈമേ ചെയ്യാനുണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒരു 1.5 കാൽക്കുലേഷൻസ് ആയിരിക്കുമേ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്തു ഇന്ന് ആൻഡ് ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്തു. നമ്മൾ മിക്കവാറും റെഫ് റെക്കോർഡിൽ നിന്ന് സൈന് വാങ്ങിയിട്ടായിരിക്കും ഫെയർ റെക്കോർഡ് എഴുതുക. അപ്പോൾ റെഫ് റെക്കോർഡിൽ നിന്ന് സൈന് വാങ്ങിയിട്ട് എഴുതുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഇത് എനിക്കിന്ന് ലൈബ്രറിയിൽ റിട്ടേൺ ചെയ്യേണ്ട ബുക്കായിരുന്നു. അന്ന് ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് ഭയങ്കര മഴ പെയ്യായിരുന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഞാൻ എപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുമോ അന്നൊക്കെ തന്നെയായിരിക്കും മഴ പെയ്യുക. ഈ മഴ ഇന്നലെ വല്ലതും പെയ്തതായിരുന്നെങ്കിൽ എനിക്കിന്ന് ലീവ് കിട്ടിയേനെ. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഞങ്ങൾക്ക് ഷാർപ്പ് 9 o'clock ലാബിലെത്തണം, എന്നാൽ മാത്രമേ ഞങ്ങൾ കയറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി വെയർ അവർ ലാബ് യൂണിഫോം ആൻഡ് ഞങ്ങളുടെ ലാബ് ഷൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹീറ്റ് ട്രാൻസ്ഫർ ലാബിൽ നമ്മൾ കൂടുതലും ചൂടുള്ള ഐറ്റംസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലാബ് യൂണിഫോം ഇല്ലാത്തവരെയും ലാബ് ഷൂസ് ഇല്ലാത്തവരെയും ലാബിൽ കയറ്റില്ല. അതിന് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് എത്തി. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 ബാച്ചായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒരു ബാച്ച് പ്രോസസ് കൺട്രോൾ ലാബിലും വേറെ ബാച്ച് ഇവിടെ കാണുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ലാബിലും ആയിരിക്കും പോവുക. അങ്ങനെ ഞങ്ങൾ ലാബിൽ കയറി ഞങ്ങൾ എഴുതിയ റെക്കോർഡൊക്കെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു ആൻഡ് വൈവയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണ്. ബിക്കോസ് വൈവയ്ക്ക് ഞങ്ങളോട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും ഗേറ്റ് ക്വസ്റ്റ്യൻസും ആയിരിക്കും മിസ് ചോദിക്കുന്നുണ്ടാവുക ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഞങ്ങളിന്ന് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഡബിൾ പൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ വേർ വി ഡീൽ വിത്ത് ദ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ പാരലൽ ആൻഡ് എ കൗണ്ടർ കറൻറ്റ് പൈപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സ് പൊതുവേ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അതായത് ഇപ്പം 9 എക്സ്പെരിമെൻറ്റിൽ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ഭയങ്കര കൂടുതൽ ടൈം എടുത്ത് ചെയ്യേണ്ട അവസ്ഥ വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരെ പെട്ടെന്ന് തീരാറുണ്ട്. അതായത് ഇപ്പോൾ 9 o'clock സ്റ്റാർട്ട് ചെയ്താൽ ഒരു 10:30 ആകുമ്പോഴേക്കും നമ്മൾ റീഡിങ്സ് ഒക്കെ എടുത്ത് തീരാറുണ്ട്. ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ എടുത്ത റീഡിങ്സ് വെച്ചുള്ള കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻസ് മിക്കവാറും ഒരു 3 to 4 പേജസ് പോകാറുണ്ട്. ആൻഡ് ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലോജിക്സ്. അങ്ങനെ എടുത്ത വാല്യൂസ് കൊണ്ട് ഞങ്ങൾ സൈൻ വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ പുറത്തു പോയാൽ ഞങ്ങൾ കുറച്ചൊന്ന് റിലാക്സ് ഒക്കെ ചെയ്യാറുണ്ട്. കാരണം ആക്ച്വലി ഇനി കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ ഇരുന്ന് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെല്ലെയാണ് വന്നത്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ലാബ്. ആൻഡ് ഈ കാണുന്ന അപ്പാരറ്റസ് ഒക്കെ ഞങ്ങൾക്ക് സ്റ്റഡി ഓഫ് എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് അപ്പാരറ്റസ് എന്നുള്ളൊരു ടോപ്പിക്കിൽ വരുന്നതാണ്. അതായത് നമുക്ക് പ്രാക്ടിക്കലി ഇതൊന്നും ചെയ്യാനില്ല, പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് അതേപോലെ ഇതിൻ്റെ പാർട്സ് ഇതൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാനായിരുന്നു. കാൽക്കുലേഷൻ ചെയ്യാനിരിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഡിസൈഡ് ചെയ്യും ആരൊക്കെ ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കുക, എന്നിട്ട് ആരൊക്കെ ഏതൊക്കെ സാമ്പിൾ കാൽക്കുലേഷൻ ആണ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതിൽ ഞങ്ങൾക്ക് ആക്ച്വലി 6 സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. 6 സെറ്റ് ചെയ്തിട്ട് 6 സെറ്റിൻ്റെയും കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ഒരാൾ പാരലലിൻ്റെ ഈ ഫ്ലോ റേറ്റിലുള്ളത്, മറ്റാൾ കൗണ്ടറിൻ്റെ ഈ ഫ്ലോ റേറ്റിലുള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും ഈ 6 എണ്ണത്തിനെ 4 എണ്ണം ഡിവൈഡ് ചെയ്തിട്ട് ബാക്കിയുള്ള 2 എണ്ണം ഏതെങ്കിലും ഒരു 2 പേരെടുത്ത് ചെയ്യാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ നിൽക്കും. അങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ മോസ്റ്റ് ചാലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത്, കാൽക്കുലേഷൻസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷൻസ് വരുമ്പം ഇതിന് ഒരുപാട് ഇക്വേഷൻസും അതിലൊരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻസും അതിനൊരുപാട് ലെങ്ത്തും ഉണ്ടാകും. ചില ഡേയ്സൊന്നും ഞങ്ങളുടെ ഈ ലാബ് റെക്കോർഡൊന്നും തീരില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്ത് മിസ്സിൻ്റെ സൈന് മേടിക്കുകയാണ് ചെയ്യുക. ആൻഡ് അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അത് മിസ്സിനും ഓക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമല്ല. ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളത് പരസ്പരം ഡിസ്കസ് ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാക്കി. പിന്നെ പഴയ ബാച്ച്, അതായത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ബാച്ചിൻ്റെ റെക്കോർഡൊക്കെ വാങ്ങി നോക്കി പരിശോധിച്ച് അവരെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അവരുടെ വാല്യൂസ് ആയിട്ട് നമ്മുടെ വാല്യൂസ് പോകുന്നുണ്ടോ, അത് കറക്റ്റാണോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. മിക്കവാറും ഞങ്ങൾക്ക് ലാബിൽ വാല്യൂസ് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അതങ്ങനെ അതിലോട്ടേക്ക് ആക്യുറേറ്റ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത് വിജയിക്കാറുണ്ട്, പലപ്പോഴും അത് ഫെയിൽ ആവാറുമുണ്ട്. ആൻഡ് ഇറ്റ്സ് എവറിത്തിങ് ഇസ് എ പാർട്ട് ഓഫ് എ ഗെയിം. കാരണം അത് നമുക്കൊരു പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. കാരണം ദർ ആർ ഓൾവേസ് എറേഴ്സ് ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. സോ ഇറ്റ്സ് ബേസിക് തിങ് ദാറ്റ് നമ്മൾ ചെയ്യുന്ന ഓരോ എക്സ്പെരിമെൻറ്റിലും ഹ്യൂമൻ ആയിട്ട്, അതായത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എറേഴ്സും ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചിലപ്പോൾ എറേഴ്സ് ഉണ്ടാവാം എന്നുള്ളത് നമ്മളുടെ കോളേജിലായാലും
പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എൻ്റെ കാൽക്കുലേഷൻസ് ഞാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും 4 സെറ്റ് ഓഫ് കാൽക്കുലേഷൻസ് ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള 2 എണ്ണം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 2 പേരെ എടുത്തു. ബിക്കോസ് അവർ ആദ്യം തീർന്നതുകൊണ്ട് അവർ 2 പേര് എന്നെ ആദ്യം എടുത്ത് ചെയ്തു. ആൻഡ് ഇത് ഞങ്ങൾ പരസ്പരം ആ വാല്യൂസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ബിക്കോസ് കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് ഈ 6 സെറ്റിൻ്റെയും വാല്യൂസ് നമുക്ക് എഴുതണം. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പരസ്പരം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ കഴിഞ്ഞ്, അതായത് ഞങ്ങളുടെ കാൽക്കുലേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കിത് കൺസേൺ ടീച്ചറിൻ്റെ സൈൻ വാങ്ങണം, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഞങ്ങൾക്ക് വൈവയും കൂടി ഉണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് ചെയ്തതാണിത്. ഇവിടെ ഞങ്ങൾക്ക് വൈവ ഇങ്ങനെ ചോദിക്കുകയല്ല ചെയ്യുന്നത്, പകരം മിസ് ഒരു ടെസ്റ്റ് പേപ്പർ പോലെയാണ്. കാരണം ടൈം കൺസ്യൂമിങ് ചോദിക്കുമ്പോൾ ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മാം ഒരു ഗ്രൂപ്പിനെ വിളിച്ചിരുത്തിയിട്ട് മാം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഞങ്ങളുടെ മാമും ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു മാം വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്. പിന്നെ മാം എന്നെ വിളിച്ച് പറഞ്ഞു ഓക്കെ ഞാൻ വരില്ല, ചെയ്ത് കഴിഞ്ഞവർ അവിടെയുള്ള ലാബ് സ്റ്റാഫിനോട് പറഞ്ഞ് ഇറങ്ങിക്കോളാം എന്ന് മാം പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് കെമിസ്ട്രി. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന്, ഞാൻ സ്വിങ് ചെയ്യാറൊന്നുമില്ല കാരണം എനിക്ക് തല കറങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ലൈബ്രറിയിൽ ഒരു ബുക്ക് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. ഈ ബുക്ക് ഞാൻ എടുത്തിട്ട് 2 മാസമായി. അപ്പോൾ ഒബ്വിയസ്ലി എന്തായാലും ഒരു ഫൈൻ വരും. കാരണം ഞങ്ങൾക്കൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വെക്കേണ്ടത് ഒരു 14 ഡേയ്സ് ഗ്യാപ്പിലാണ്. അപ്പോൾ ഞാൻ എക്സാമിന് വേണ്ടി ഇത് എടുത്തിട്ട് പിന്നെ ഓണം വെക്കേഷനൊക്കെ ആയിട്ട് ഞാനിത് റിട്ടേൺ ചെയ്യാൻ മറന്നുപോയതല്ല, നമുക്ക് വെക്കേഷൻ ആണല്ലോ, അപ്പോൾ നമുക്ക് തിരിച്ച് വെക്കാനുള്ളൊരു ഗ്യാപ്പ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സെൻട്രൽ ലൈബ്രറിയിലാണ് പോയത്. ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയും ഉണ്ട്, അതേപോലെ തന്നെ സെൻട്രൽ ലൈബ്രറിയും ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയിൽ നമുക്ക് ബുക്ക് എടുക്കാനുള്ള ഒരു 4 ബുക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി 4 ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് സെൻട്രൽ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ ബാക്കിയുള്ള ബുക്ക് എടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു ബുക്കായിട്ടൊന്നും അവർ തരില്ല. നമ്മുടെ ഒരു സിലബസിൽ ഒരു 5-6 റെഫറൻസ് ബുക്ക് ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ ലൈബ്രറിയിൽ പോയി എടുത്ത് അത് റെഫർ ചെയ്തിട്ടാണ് പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അതിനനുസരിച്ചൊരു PPT പ്രസൻറ്റ് ചെയ്യും. അതാണ് നമ്മൾ മിക്കവാറും പഠിക്കാറുള്ളത്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെയാണ് ഞങ്ങളുടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബുക്സ് വെച്ചിട്ടുള്ള സെക്ഷൻ. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ബുക്ക് തപ്പുമായിരുന്നു. കാരണം നമ്മൾ ഇന്നൊരു ബുക്ക് എടുത്തിട്ട്, അതായത് അതിൻ്റെ റിന്യൂവൽ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ ചെയ്യുമ്പം ഒന്നില്ലെങ്കിൽ അതിൻ്റെ സെയിം കോപ്പി ബുക്ക് എടുക്കണം, അല്ലെങ്കിൽ അതവിടെ റിട്ടേൺ ചെയ്തിട്ട് പിറ്റേ ദിവസം വന്ന് എടുക്കണം, വേറൊരു കോപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു ബുക്ക് തപ്പുമായിരുന്നു. ഒരു ബുക്കിന് തന്നെ പല എഡീഷൻസും ഉണ്ടാകും കേട്ടോ. അതായത് ഫസ്റ്റ് എഡീഷൻ, സെക്കൻഡ് എഡീഷൻ, തേർഡ് എഡീഷൻ, ഫോർത്ത് എഡീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മിക്കവാറും നമ്മുടെ സിലബസിൽ എല്ലാ എഡീഷൻസും സെയിം ആയിരിക്കും, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള എഡീഷൻ ആണ് സെലക്ട് ചെയ്യാറുള്ളത്. എപ്പോഴും അതുണ്ടെങ്കിൽ അതാണ് എടുക്കാറുള്ളത്. അങ്ങനെ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്ന ബുക്ക് കിട്ടി. അപ്പം ഞാനതൊന്ന് കൺഫേം ചെയ്യുകയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, അതായത് ഞാൻ കൊടുക്കുന്ന ആ ബുക്കിൻ്റെ സെയിം കോപ്പി അല്ലെങ്കിൽ സെയിം എഡീഷൻ തന്നെയാണോ ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് മറിച്ചൊക്കെ നോക്കി. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് എനിക്ക് വേറെ കുറച്ച് ബുക്സും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ മാസ് ട്രാൻസ്ഫറിൻ്റെ ബുക്കും അതേപോലെ CREൻ്റെ ഫസ്റ്റ് 2-3 മോഡ്യൂൾസിൻ്റെ ബുക്കും കൂടെ ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി ഞാൻ അത് എടുക്കാൻ നിന്നില്ല. എനിക്ക് ഈ ഒരു ബുക്ക് മാത്രം റിട്ടേൺ ചെയ്തിട്ട് ഇത് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ആൻഡ് ഞാൻ അങ്ങനെ ഇഷ്യൂ കൗണ്ടറിൽ പോയിട്ട് ഇത് എടുക്കുകയാണ് ഞാൻ ചെയ്തത്. ആൻഡ് അവിടെ പോയപ്പോൾ എൻ്റെ ഫൈൻ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം വൺ ഡേ 1 റുപ്പി അങ്ങനെയാണ്. അപ്പം എനിക്ക് എന്തോ സംതിങ് വെക്കേഷൻ എല്ലാം കൂടെ കഴിഞ്ഞ് എനിക്കൊരു 25 റുപ്പീസ് സംതിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ ബുക്കും കൊണ്ട് ഇറങ്ങി. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സൈൻ ചെയ്യണമായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ പോയ സമയത്ത് അവിടെ ഈ ബാർകോഡ് സ്കാനിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ID കാർഡ് കാണിച്ചു കൊടുത്താൽ മതി, അത് സ്കാൻ ചെയ്ത് നമ്മുടെ ചെക്കിനും ചെക്കൗട്ട് ടൈം ഒക്കെ അവരത് ഫീഡ് ചെയ്തോളും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഴിക്കാനാണ് പോയത്. ഉച്ചയ്ക്ക് ഞങ്ങൾ അധികം ഹോസ്റ്റലിൽ പോകാറില്ല, കാരണം ഹോസ്റ്റലിലെ ചോറ് എനിക്കിഷ്ടമല്ല. എനിക്കെന്തോ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഹോസ്റ്റലിലെ ചോറിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും പുറത്തുനിന്നാണ് കഴിക്കുക. ആക്ച്വലി ഇത് ഭയങ്കര അൺഹെൽത്തിയാണ്, അതെനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹോസ്റ്റലിൽ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഉച്ചയ്ക്ക് പോയി തിരിച്ചു വരാമെന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. മോറോവർ അതെനിക്ക് ചോറ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം അത് ഒഴിവാക്കാറുണ്ട്. അപ്പം ഇതിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ വന്ന് കഴിക്കും. ആൻഡ് ചായ കുടിക്കും. ചായ എന്ന് പറയുന്നത് ഏത് നട്ടപ്പാതിരയ്ക്ക് എനിക്ക് വിളിച്ച് തന്നാലും ഞാൻ കുടിക്കും. എനിക്ക് രാവിലെ തന്നാലും ഞാൻ കുടിക്കും, ഉച്ചയ്ക്ക് തന്നാലും ഞാൻ കുടിക്കും, വൈകുന്നേരവും തന്നാലും ഞാൻ കുടിക്കും. ഇനി എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച ചായ ഉണ്ട് എനിക്ക് കുടിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ ചായ കുടിക്കും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ഗ്രാജുവേഷനെ പറഞ്ഞില്ലായിരുന്നു, ഗ്രാജുവേഷൻ ഡേ ആണെന്ന്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുകയാണ് ഞങ്ങളുടെ ഹാളിലും എല്ലാം. ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡേ ആണ്. ഞാനൊക്കെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഡേ ആണ് എൻ്റെ ഗ്രാജുവേഷൻ ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ 3 അവർ ആയിരുന്നു ഞങ്ങൾക്ക് ലാബ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 3 അവർ ഞങ്ങൾക്ക് തിയറി ക്ലാസ്സസ് ആണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് 2
സെക്കൻഡ് ഇയറും ലാബ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് നമ്മൾ രാവിലെ ആക്ച്വലി ഭയങ്കര ഫ്രഷ് ആയിരിക്കും, അപ്പോൾ ഉറക്കമൊന്നും വരില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ലാബിൽ പോയാൽ പിന്നെ അവിടെ കുറച്ച് പണിയൊക്കെ ആയതുകൊണ്ട് അപ്പോഴും ഉറക്കം വരില്ല. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ രാവിലെ ലാബും ഉച്ചയ്ക്ക് ശേഷം അവറും വരുന്നത്. കാരണം രാവിലെ തന്നെ നമ്മൾ കുറച്ച് പണിയെടുത്ത് ടയേർഡായിരിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും കുറച്ച് ഉറക്കമൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഉറക്കം ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കാറുണ്ട്. ഇമ്പോസ്റ്റർ ഗെയിമാണേ. അങ്ങനെ ഞങ്ങളുടെ CREൻ്റെ മിസ്സ് വന്നു. അവിടെ ഞങ്ങൾ പ്രോബ്ലം തന്നെയാണ് കേട്ടോ ചെയ്തത്. ആക്ച്വലി എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും, തിയറി ഉണ്ടാവും, ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങളൊന്ന് ചെറുതായിട്ട് ഉറങ്ങണമെന്ന് കാണുമ്പോൾ മിസ്സ് പറയും, ഓക്കെ എന്നാൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, എല്ലാവരും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.